സ്വന്തമായി ഒരു വീടും സ്ഥലവും എന്നത് നമ്മളിൽ ഭൂരിഭാഗം പേരുടെയും വലിയൊരു സ്വപ്നമാണ്. പലപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടോ തടസ്സങ്ങൾ കൊണ്ടോ എല്ലാം അത് നീണ്ടുപോകാറുണ്ട്. എന്നാൽ എല്ലാ തടസ്സങ്ങളും നീക്കി സ്വന്തമായി വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കുന്ന ഒരു ശക്തമായ ശ്രീരാമ മന്ത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. രാമനാമം ജപിക്കുന്നതിനോടൊപ്പം തന്നെ കഠിനാധ്വാനവും കൃത്യമായ ആസൂത്രണവും ചെയ്യുക തീർച്ചയായും നമ്മുടെ ആഗ്രഹങ്ങൾ എത്രയും പെട്ടെന്ന് സഫലമാകുന്നതാണ്. അത്രയും ശക്തിയേറിയ രാമനാമമാണ്. എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും. ഭൂമി ലാഭത്തിനും ശത്രുജയത്തിനും ഏറ്റവും ഉത്തമമായി കരുതപ്പെടുന്ന അതീവ ശക്തിയുള്ള ഒരു പ്രാർത്ഥനയാണ് ശ്രീരാമ മാലമന്ത്രം. ഭൂമി ലാഭം, ശത്രുജയം, നല്ല സന്താനഭാഗ്യം, ആരോഗ്യം, ധനം എന്നിവയുടെ വർധനവെല്ലാം ഇതിലൂടെ ഉണ്ടാകുന്നതാണ്. നിത്യവും ജപിക്കാവുന്നതാണ് ശ്രീരാമ മാലമന്ത്രം. ഈ മന്ത്രം നിത്യവും 14 തവണ ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. 108 തവണ ജപിക്കുന്നത് അതിശ്രേഷ്ഠമാണ്. കുറഞ്ഞത് 14 തവണയെങ്കിലും ജപിക്കുക. രാമായണ മാസമാണ് വരാനിരിക്കുന്നത്. രാമായണ മാസത്തിൽ ആരംഭം തന്നെ ഈ മന്ത്രം ജപിച്ചു തുടങ്ങാവുന്നതാണ്. ശ്രീരാമ മാലമന്ത്രം ഇതാണ്: ഓം നമോ ഭഗവതേ രഘുനന്ദനായ രക്ഷൗഘ വിനാശനായ രിപുചോര വ്യാക്ര കൃമികീടപദം ഗാദി ദുഷ്ടസത്വ വിനാശനായ മധുരപ്രസന്ന വദനാമിത തേജസേ വീരായ രാമായ വിഷ്ണവേ നമ ശ്രീരാമചന്ദ്രായ നമ. ഈ ശ്രീരാമ മാലമന്ത്രം നിത്യവും രാവിലെയും സന്ധ്യയ്ക്കും 14 തവണ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചുകൊണ്ട് 14 തവണ ജപിക്കുക. മന്ത്രം ജപിക്കുമ്പോൾ കിഴക്കോട്ട് അല്ലെങ്കിൽ വടക്കോട്ട് ദർശനമായി ഇരുന്നു കൊണ്ട് ജപിക്കുക. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. ഈ മന്ത്രത്തിന്റെ അർത്ഥം ഇതാണ്: രഘുകുലത്തിന്റെ അന്തസ്സും ആനന്ദവുമായവനും രാക്ഷസ കൂട്ടങ്ങളെയും തിന്മകളെയും പാടെ ഒടുക്കുന്നവനും ശത്രുക്കൾ, കള്ളന്മാർ, വന്യമൃഗങ്ങൾ, വിഷക്കീടങ്ങൾ എന്നിവയിൽ നിന്നും ഉണ്ടാകുന്ന സകലവിധ ഭയങ്ങളെയും ദുഷ്ടതകളെയും ഇല്ലാതാക്കുന്നവനും എപ്പോഴും മധുരമായി പുഞ്ചിരിക്കുന്ന പ്രസന്ന മുഖത്തോടും അളവറ്റ ദിവ്യ തേജസ്സോടും കൂടിയവനുമായ പരമവീരനായ ശ്രീരാമന്, വിഷ്ണു ഭഗവാന്റെ അവതാരമായ ആ ശ്രീരാമചന്ദ്രനെ ഞാൻ ഭക്തിപൂർവ്വം നമസ്കരിക്കുന്നു. സാധിക്കുമെങ്കിൽ ജപം തുടങ്ങുമ്പോൾ ഭഗവാന് തുളസിമാല സമർപ്പിച്ചുകൊണ്ട് ജപം ആരംഭിക്കുക. അടുത്തുള്ള ശ്രീരാമ ക്ഷേത്രങ്ങളിലോ അതുമല്ലെങ്കിൽ വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രങ്ങളിലോ പോയി ഭഗവാന് തുളസിമാല സമർപ്പിച്ചുകൊണ്ട് ഈ ജപം ആരംഭിക്കുക. അതുമല്ലെങ്കിൽ വ്യാഴാഴ്ചകളിലോ പുണർദം നക്ഷത്രങ്ങളിലോ അല്ലെങ്കിൽ രാമായണ മാസമാണ് വരാനിരിക്കുന്നത്, രാമായണ മാസത്തിലോ ഈ ജപം ആരംഭിക്കാവുന്നതാണ്. ശ്രീരാമ ഭഗവാന്റെ അനുഗ്രഹത്താൽ എല്ലാവിധ തടസ്സങ്ങളും മാറിക്കിട്ടും. വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ശ്രീരാമ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.